അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹി. പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. അള്ളാഹുവിന്റെ ശർറ് തൊട്ടുള്ള കാക്കട്ടെ. പിന്നെ എന്താ ഉള്ളത്? ഓന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാൾക്കാർ എന്നോട് വന്നിരുന്നു. ഓന്റെ കൂട്ടത്തിൽ ഇനി ഒരുപാട് വോയിസുകളും ക്ലിപ്പുകളും പുറത്തിറങ്ങാൻ പോകണം. അതിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സാക്ഷിയെ കൊണ്ട് പറയാം. ഹായ്, നമസ്കാരം. ഹൈദർ മധൂറാണ്. എന്റെ ഭാര്യക്ക് താനെന്തിനാണ് ഫോണിൽ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ ഇജ്ജാനട, എന്റെ വാപ്പ വിചാരിച്ചാലും ഞാൻ ഫോൺ വിളിക്കുന്നത് നിർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തെമ്മാടിയും ഒരു ആഭാസനുമായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഈ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടിട്ട്, ഈ കോൾ റെക്കോർഡ് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വാ. ഏത് മേഖലയിലും നമ്മൾ പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ പുതിയ പുതിയ ഐറ്റം ആളുകൾക്ക് അപ്പുറത്തെ തങ്ങളാണ് ായിട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ അദ്ദേഹം നടത്തുന്ന നൂറെ ഹബീബി എന്ന് പറയുന്ന വലിയ ഒരു സ്വലാത്ത് മജ്ലിസ്, അല്ലെങ്കിൽ ദിക്ർ മജ്ലിസ്, ദുആ മജ്ലിസ് എന്നൊക്കെ പറയുന്ന അവസാന ഘട്ടത്തിലെ പിരിവ് പ്രാർത്ഥന, ഇത് രണ്ടും ഏറ്റവും അവസാനത്തിലേക്കാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ആദ്യപടിയായിട്ട് പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പാണ് പിരിവ്. പിരിവ് കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥന. അതങ്ങനെയാണ് അവിടെ. അത് എല്ലാം പ്രീപെയ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് പിരിവ് കഴിയുന്നു, കുറച്ച് തേന് അവിടെ ചെന്നിട്ടുണ്ടാവും, അത് കച്ചവടം ചെയ്യണം. അത് കഴിഞ്ഞ പിന്നെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ വേദിയിലേക്ക് നമ്മൾ നേരെ പോവാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ദുആക്കാണ് പ്രത്യേകത. ഇന്ന് എല്ലാവരും ഓരോ കുപ്പി തേന് വാങ്ങണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഹാജറാക്കും. നമ്മള് 83 ഫാത്തിഹ, 83 ഔലിയാക്കളെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതും. 83 ഓതും. 83 ആൾക്കാരുടെ പേരിൽ ഓതും. അതെല്ലാം കൂടെ ചേർത്ത് ചിലപ്പോൾ ഒറ്റൊന്നായിരിക്കും. അല്ലാതെ 83 ആൾക്ക് സെപ്പറേറ്റ് ഫാത്തിഹ ഒന്നുമില്ല. 83 ആളുകളുടെയും കൂടി പേര് നമ്മൾ പരാമർശിച്ചുകൊണ്ട് ഒറ്റ ഫാത്തിഹ എന്നാണ്. അല്ലാതെ ഇനിയിപ്പോ ആളുകൾ തെറ്റിദ്ധരിക്കും 83 ഫാത്തിഹ എന്നൊക്കെ കേൾക്കുമ്പോഴേ. സദസ്സിലിരിക്കുന്നവർ പഠിച്ചവനെ 83 എണ്ണ, അതിന്റെ ആവശ്യമില്ല. 83 ആളുടെ പേരും പറഞ്ഞ് ഒറ്റ ഫാത്തിഹ. 83 ആളുകളെ ഹാജരാക്കാൻ പോവാണ്. പ്രാർത്ഥനയാണ് ആ ഘട്ടം. പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. എന്താണത്? നമ്മളെ ഔലിയാക്കളെ ഹാജരാക്കും. അപ്പൊ എല്ലാവരും തേന് തുറന്നു വെച്ചിട്ട് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അതിൽ ഊതണം അല്ലാഹു അലൈക്കും ബിശിഫാഇൽ ഖുർആൻ വൽ ഹദീസ്. അതുകൊണ്ട് എല്ലാവരും ആ അള്ളാന്റെ ഔലിയാക്കളെ ഹാജരാക്കുന്നതിന് മുന്നേ എല്ലാവരും ഓരോ കുപ്പി തേന് വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ആ സമയത്ത് അത് തുറന്നു വെക്കണം. അള്ളാഹു എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരും. അപ്പൊ അങ്ങനെയാണ് അവിടെ സംഘാടകർ വിതരണം ചെയ്തിട്ടുള്ള തേനും കുപ്പി നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുക, അത് തുറന്നു വെക്കുക. ഇതാ അവിടെ പണ്ടേ മറവിട്ട് പോയിട്ടുള്ള വലിയ വലിയ ഔലിയാക്കന്മാരെയൊക്കെ ഹാജരാക്കാൻ പോവാണ്. ഇനി അവരെ വിളിക്കുകയാണ്. ഒന്ന് പിടിച്ചിരുന്നോളി, ഞെട്ടിത്തെറിച്ച് തെറിച്ച് പോകാതിരിക്കാം. നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം ഒന്ന് കുറച്ച് വെച്ചോ, ചെവിയൊക്കെ അടിച്ചു പോകുക. അല്ലെങ്കിൽ അജാതി വിളിയാണ്. വിളി മാത്രമല്ല, അങ്ങനെ ഔലിയാക്കന്മാര് സ്റ്റേജിലേക്ക് കടന്നു വരുന്നതിന്റെ ഭാവഭേദങ്ങളും അതൊക്കെ അതിനകത്ത് കാണും. ഉസ്താദിനെ ചുറ്റും ഇരിക്കുന്ന ഈ പ്രധാനപ്പെട്ട കാർമികന്റെ ചുറ്റും ഇരിക്കുന്ന ആളുകളുടെ കണ്ണിലുള്ള അങ്കലാപ്പും അമ്പരപ്പും നാലുപുറം നോക്കലും ഒക്കെ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് കാണാം. തുടങ്ങാം. നിങ്ങൾക്ക് മനസ്സിലായോ? അജ്മീർ ഖാജല്ലേ വരുന്നത്? ഇങ്ങോട്ട് വരി, ഇവിടെ പോയി കുത്തിരുന്ന് വിളിയെന്നാണ് പറയണത്. അപ്പൊ ഈ അജ്മീർ ഖാജ എവിടെ എന്താ ഏതാന്ന് നാലുപുറം മന്താളിച്ച് നോക്കുന്ന ആൾക്കാര് അതിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കണം. ഒന്നുകൂടി കേട്ടോളി. സംഗതി നാട്ടുകാരനാണ്. മണ്ണാർക്കാട് കൊടക്കാട് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന നാടുന്നൊരു 3 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പ്രദേശത്താണ്. ഞാനിങ്ങനെ ആലോചിക്കും, എന്താണ് എനിക്ക് ഈ ബുദ്ധി തോന്നാതിരുന്നത് എന്ന്. എനിവേ, കച്ചവടം കൊള്ളാം, നല്ല കച്ചവടമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ വേറെ ചില ലീലാവിലാസങ്ങളുണ്ട്. ഇദ്ദേഹം പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും പ്രവാചകന്റെ അതേപോലെ തന്നെ അവിടുത്തെ അനുചരന്മാരുടെയൊക്കെ സംസ്കാരം നിറഞ്ഞു തുളുമ്പുന്ന ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഹാമിദ് അലി എന്ന് പറയുന്ന ഈ വ്യക്തി എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. അതുവരേക്കും ബൈ. നമസ്കാരം.
ആത്മീയ തട്ടിപ്പിന് വളരെയധികം വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിൽ. ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഒരു വിവാദത്തിൽ ചെന്നുപെട്ടിട്ടുണ്ട്. ഞാൻ നൂറെ ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ നൂറെ ഹബീബ് മാത്രമല്ല ഇവിടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. ഇവിടെ വലിയൊരു വിഭാഗം ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പുമുണ്ട്. ഇവരെ ഒന്നും വിമർശിക്കാനോ ഇവർക്കെതിരെ വാർത്ത ചെയ്യാനോ ഒന്നും കഴിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ഉണ്ടകളെ വെച്ച് നേരിടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും നൂറെ ഹബീബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ വിവാദം കൂടെ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ പലപ്പോഴും പൊട്ടനാണ്, അറിവുകേട്, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം, സ്ത്രീകളോട് മോശമായി പെരുമാറൽ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം വെട്ടിലായിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. മാത്രാണ് അത് നമ്മൾ കൊടുക്കുന്ന സമയത്തല്ലോ. From the makers of Panadol. When cough ruins your family time, try Pananatural cough syrup. The scientifically proven unique formulation with real honey and natural. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് ഇഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പുമുണ്ട്. ഇവരെ ഒന്നും വിമർശിക്കാനോ ഇവർക്കെതിരെ വാർത്ത ചെയ്യാനോ ഒന്നും കഴിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ഉണ്ടകളെ വെച്ച് നേരിടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും നൂറെ ഹബീബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ വിവാദം കൂടെ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ പലപ്പോഴും പൊട്ടനാണ്, അറിവുകേട്, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം, സ്ത്രീകളോട് മോശമായി പെരുമാറൽ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം വെട്ടിലായിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. മാത്രാണ് അത് നമ്മൾ കൊടുക്കുന്ന സമയത്തല്ലോ ഇതുപോലെ ഒഴിവാക്കണം. ഞാൻ അതെല്ലാവരും ഒക്കൂലെങ്കിലും ഇട്ടോട്ടെ, കുഴപ്പമില്ല. ഇതാണ് പ്രശ്നം. ഇപ്പൊ ഇത്രയും ആൾക്കാർ ട്രോളി ഒരു എനിക്ക് എന്തായാലും പറ്റുമോ? അതൊന്നുമില്ല. പിന്നെ 7 ലക്ഷം ഉറുപ്പിന്റെ ഒക്കെ വാങ്ങി, മനസ്സിലല്ലേ? അപ്പൊ അതൊന്നും എന്തില്ല, പ്രശ്നമില്ല. ഓല് ഇടാതൊക്കെ അപ്പൊ നിങ്ങൾ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഇൻഷാ അള്ളാ 5-6 ലക്ഷം ഉറുപ്പ്യ കൊടുക്കും. അതിലൊക്കെ ആണെങ്കിലൊക്കെ, ഇല്ലെങ്കിൽ ഇൻഷാ അള്ളാ ഓനെടുത്തേ. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എനിക്ക് ജീവിക്കാനുള്ള മുതലൊക്കെ ഉണ്ട്. എനിക്ക് മരിക്കോളം ജീവിക്കാൻ എനിക്ക് മുതലുണ്ട്. ഇപ്പൊ എനിക്കിതിപ്പോ നിർത്തിയാലും എനിക്ക് എന്തില്ല പ്രശ്നമില്ല, മനസ്സിലായില്ലേ? നമ്മൾ വെള്ളം മന്ത്രിച്ച് ഇവിടെ കുത്തിയിരുന്നാൽ മതി, ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ അടുത്ത് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓരോട് പറയും കാര്യങ്ങള്. 5-6 ലക്ഷം ഉറുപ്പ്യക്കാണ് നമുക്ക് സംസാരിക്കാം. ഇല്ലെങ്കിൽ ഒരു നാളെ തന്നെ ഇറട്ടെ കേട്ടോ. ബാക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളിക്കട്ടെ കേട്ടോ. അതായത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, 7 ലക്ഷം രൂപ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും അവരെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ ഒരു 6 ലക്ഷം രൂപ കൂടെ കൊടുക്കാം, അതിലപ്പുറത്തേക്ക് കൊടുക്കാൻ കഴിയില്ല. എനിക്ക് വേണ്ടി വന്നാൽ ഈ പണി നിർത്തേണ്ടി വരും. നിർത്തേണ്ടി വന്നാൽ ഞാൻ നിർത്തും. അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് വെള്ളം മൂതി കൊടുത്താൽ അത് വാങ്ങിക്കാനും കുടിക്കാനും ഒക്കെ ആളുകളുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. പിന്നെ ഇദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്,